1 ശമൂവേൽ 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം പ്രാരംഭമായി നമ്മൾ വായിക്കണം. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. നമ്മൾ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുന്നത് ദൈവ വഴിവിട്ട് നടക്കുന്ന ആത്മീക നേതൃത്വത്തെ ദൈവം എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നമ്മളോട് ഈ 3-4 അധ്യായം നമ്മളോട് പറയുകയാണ്. എന്താണ്? ദൈവ വഴിവിട്ട് നടക്കുന്ന ആത്മീക നേതൃത്വത്തെ ദൈവം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങളെല്ലാം ഓരോ ആത്മീക നേതൃത്വമാണ്. അപ്പൻ എന്ന നിലയിൽ കുടുംബത്തിൻ്റെ ആത്മീക നേതൃത്വം നിങ്ങൾക്കുണ്ട്. അമ്മ എന്ന നിലയിൽ കുടുംബത്തിൻ്റെ ആത്മീക നേതൃത്വം നിങ്ങൾക്കുണ്ട്. അപ്പം നമ്മളെല്ലാവരും ആത്മീക നേതൃത്വത്തിൽ ഉള്ളവരാണ്. ഇവിടെ നമ്മൾ വായിച്ച വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു. ശമൂവേൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ഈ ഹന്ന എന്ന് പറയുന്ന സ്ത്രീ, മക്കളില്ലാതിരുന്ന ആ സ്ത്രീ വളരെ നാളുകൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ പോയിരുന്ന കരഞ്ഞ് ദൈവത്തിൽ നിന്ന് വാങ്ങിച്ച ഒരു പൈതലാണ് ശമൂവേൽ എന്ന് പറയുന്ന ബാലൻ. ഈ കുഞ്ഞിനെ ചോദിച്ച സമയത്ത് തന്നെ എന്നാ പറഞ്ഞു ദൈവത്തോട്, ഒരു ആൺ പൈതലിനെ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ അവനെ യഹോവയ്ക്ക് സമർപ്പിക്കാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ദൈവം അവൾക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തു, ശമൂവേൽ. അവന് മുലകൂടി മാറിയപ്പോൾ ഹന്ന ദൈവത്തോട് ചെയ്ത വാഗ്ദത്തം അനുസരിച്ച് ദൈവാലയത്തിൽ കൊണ്ടുവന്നു. യഹോവയുടെ മുമ്പാകെ യഹോവയുടെ ശുശ്രൂഷ ചെയ്യുവാൻ അവനെ സമർപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആ ബാലൻ ഇപ്പോൾ 3-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചപ്പോൾ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. അവനൊരു സമർപ്പിതനായി ദൈവത്തിന്റെ മുമ്പിൽ ശുശ്രൂഷ ചെയ്തു പോന്നു. ഏലിയാണ് അന്നത്തെ ആത്മീക നേതൃത്വം. ഏലി പുരോഹിതനാണ്. അപ്പൊ ഏലി പുരോഹിതന്റെ കൈക്കീഴിൽ ഏലി പുരോഹിതന് മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്ത് പോന്നു. ഇനി ആ കാലത്തെ ഒരു പ്രത്യേകത എന്താണ് അവിടെ പറഞ്ഞേ? 1-ന്റെ B പാർട്ട് വായിച്ചേ. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെയില്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കൽ ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി, കാൺമാൻ വഹിയാതെ വണ്ണം അവന്റെ കണ്ണ് മങ്ങിത്തുടങ്ങിയിരുന്നു. അക്കാലത്ത് ഈ ഏലി പുരോഹിതൻ ആത്മീക നേതൃത്വം നടത്തുന്ന ഈ ദേവാലയത്തില് അക്കാലത്ത് ദൈവത്തിന്റെ വചനം ദുർലഭമായിരുന്നു, ദർശനമില്ലായിരുന്നു. അതിന്റെ കാരണം ഈ പൗരോഹിത്യത്തിന്റെ പാപമാണ്. ഈ പുരോഹിതനും അനന്തരാവകാശികളായിരിക്കുന്ന അവൻ്റെ മക്കളായ ഒഫ്നിയും ഫിനെഹാസും അനന്തര അഹ്റോന്റെ ക്രമപ്രകാരം പിന്നീട് വരേണ്ട പുരോഹിതന്മാരാണ് മക്കൾ. അപ്പൊ ഇവരുടെ ഈ ആത്മീക നേതൃത്വത്തിന്റെ വഴിവിട്ട നിലപാട് കാരണം അക്കാലത്ത് ദൈവം മനുഷ്യനോട് സംസാരിച്ചില്ല. അതാണ് ദൈവത്തിന്റെ വചനം അക്കാലത്ത് ദുർലഭമായിരുന്നു എന്ന് പറഞ്ഞത്. പിന്നെന്തില്ലായിരുന്നു? ദർശനം ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കാലം ദൈവിക ബന്ധമില്ലാതെ ആത്മീകമായി ജനം അധംപതിച്ചു പോയ ആ കാലത്ത് ഒരു ബാലൻ, ഒരു മകൻ, ഒരു വ്യക്തി, ഒരു ബാലൻ അവൻ യഹോവയ്ക്ക് സമർപ്പിച്ചു കൊടുക്കപ്പെട്ടപ്പോൾ ദൈവം അവനോട് സംസാരിക്കുന്നതാണ് നമ്മൾ താഴേക്ക് കാണുന്നത്. എന്താ ഇതിൻ്റെ അർത്ഥം? ഒന്നാമത് നമുക്ക് തരുന്ന സന്ദേശം, അനേക ആത്മീക നേതൃത്വത്തിലുള്ള ആളുകൾ വഴിവിട്ട് സഞ്ചരിക്കുമ്പോൾ ആ കാലത്ത് ഏതെങ്കിലും ഒരു വ്യക്തി ദൈവത്തിന് തന്നെ സമർപ്പിച്ചു കൊടുത്താൽ, ഒരു വ്യക്തി യഹോവയ്ക്ക് ദൈവത്തിന്റെ കൃപയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം അവനോട് ഇന്നും സംസാരിക്കുമെന്ന് ഈ ഉദാഹരണം നമ്മളോട് പറയുകയാണ്. വളരെ മനോഹരമാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. താഴേക്ക് നിങ്ങൾ വായിച്ചേ 2-ാമത്തെ വാക്യം. ആ കാലത്ത് ഒരിക്കൽ ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി, കാൺമാൻ വഹിയാതെ വണ്ണം അവന്റെ കണ്ണ് മങ്ങിത്തുടങ്ങിയിരുന്നു. ഈ ഏലി പുരോഹിതനെ കുറിച്ച് പറയുകയാണ്. ആ കാലത്ത് ഏലി തൻ്റെ സ്ഥലത്ത് കിടന്ന് ഉറങ്ങി. എന്താ പിന്നീട് പറയുന്നേ? കാണാൻ കഴിയാതെ വണ്ണം അവൻ്റെ കണ്ണ് മങ്ങിപ്പോയിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ കണ്ണിന് മങ്ങലുണ്ടായി എന്ന് പറയുന്നതിന്റെ അർത്ഥം വാർദ്ധക്യം അവന്റെ കണ്ണുകൾക്ക് കാഴ്ച കുറച്ചു. വാർദ്ധക്യം വരുമ്പോൾ കാഴ്ച കുറയും എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു ആത്മീയ അർത്ഥമുണ്ട്. തൻ്റെ ചുറ്റും നടക്കുന്ന പാപത്തിന്റെ ഗൗരവം കാണാൻ കഴിയാതെ വണ്ണം അവന്റെ കണ്ണ് മങ്ങിപ്പോയിരുന്നു എന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ഏലി ആരാണ്? പുരോഹിതനാ. ജനത്തിന് ആത്മീക നേതൃത്വം കൊടുക്കേണ്ട ആളാണ് ഏലി. അപ്പൊ ഇവന്റെ കണ്ണ് മങ്ങി എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാമോ, മോശ മലയിൽ കയറി നോക്കിയപ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു? 120 വയസ്സ് വരെ ജീവിച്ചു. മോശയെക്കുറിച്ച് പറഞ്ഞ എന്താ? കണ്ണ് കാഴ്ച ഒട്ടും
മങ്ങിയില്ല എന്നാണ് വേദപുസ്തകം പറയുന്നത്. എന്നാൽ ഏലിയെക്കുറിച്ച് എടുത്തു പറയുകയാണ്, അവന്റെ കണ്ണ് കാണാതെ വണ്ണം മങ്ങലുള്ളതായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്: ഏലി ആത്മീക നേതൃത്വം നടത്തുന്ന ഈ ജനത്തിന്റെ നടുവിൽ അവൻ പുരോഹിതനായി ഇരിക്കുന്ന ഈ സമയത്ത് അവന്റെ ചുറ്റും നടക്കുന്ന പാപത്തിന്റെ തീവ്രത മനസ്സിലാക്കുവാൻ കഴിയാതെ വണ്ണം, അവന്റെ മൂക്കിന് കീഴിൽ നടക്കുന്ന പാപത്തിന്റെ വഷളത്വത്തിന്റെ ആ ഗൗരവം മനസ്സിലാക്കാതെ വണ്ണം, കാണാൻ കഴിയാതെ വണ്ണം അവന്റെ കണ്ണ് മങ്ങിപ്പോയി എന്നാണ് പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നത്. നോർത്തു നോക്കിയേ, എത്ര പരിതാപകരമാണ് ഈ നേതൃത്വം. ഏലിയുടെ പ്രശ്നം എന്നാ? തൻ്റെ മക്കൾ ചെയ്യുന്ന പാപത്തെക്കുറിച്ച് ബോധമില്ലാത്തവൻ ഒരു അപ്പൻ എന്ന നിലയിൽ. എന്ന് പറഞ്ഞാൽ തൻ്റെ മക്കൾ ആ ഏലി പുരോഹിതന് ശേഷം അടുത്ത പൗരോഹിത്യത്തിലേക്ക് വരേണ്ട തലമുറയാണ് ഒഫ്നിയും ഫിനെഹാസും. അടുത്ത പുരോഹിതന്മാരാകേണ്ടവരാണ്. ജനത്തിൻ്റെ നേതൃത്വം, ആത്മീക നേതൃത്വം കൊടുക്കേണ്ട ആളുകളാണ് ഇവര്. പക്ഷേ ഇവര്, ഏലിയുടെ മക്കൾ എന്താ ചെയ്യുന്നത്? അവര് ബലിപീഠത്തിൽ യാഗമർപ്പിക്കുവാനായി കൊണ്ടുവരുന്ന യാഗമൃഗത്തിന്റെ വസ്തു കത്തിത്തീരുന്നതിന് മുൻപ് അത് അവർക്ക് അവകാശമുള്ളതാണ്, അത് കൊടുക്കുവാൻ വെയിറ്റ് ചെയ്യണം, ആദ്യം യഹോവയ്ക്ക് നിവേദിക്കണമെന്ന് പുരോഹിതന്മാർ പറയുമ്പോൾ അവർ അത് അനുസരിക്കാതെ മുപ്പല്ലിയുമായി വന്ന് മാംസത്തുണ്ടുകൾ കുത്തിയെടുത്തുകൊണ്ട് പോകുന്ന ആ വലിയ പാപം അത് കാണാൻ കഴിയാതെ വണ്ണം ഏലിയുടെ കണ്ണ് മങ്ങിപ്പോയി. മാത്രമല്ല, വേദപുസ്തകത്തിലേക്ക് ഇനി താഴേക്ക് ഇറങ്ങി വന്നാൽ ഇവരുടെ പാപം വളരെ വലുതാ. ദേവാലയ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ ദാസ്യവൃത്തി ചെയ്യുന്ന സ്ത്രീകളുമായി ഇവർ പാപം ചെയ്യുന്നത് ഏലി അറിഞ്ഞിട്ടും ഏലി ഈ മക്കളെ ശാസിക്കുകയോ മക്കളെ നിലയ്ക്ക് നിർത്തുകയോ ചെയ്യുവാൻ കഴിയാതെ വണ്ണം, ആ പാപത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയാതെ വണ്ണം കണ്ണ് മങ്ങിപ്പോയ ആത്മീക നേതൃത്വമാണ് ഏലി. ഇത്ര ഗൗരവമാണെന്ന് ഓർത്തു നോക്കി. കണ്ണ് മങ്ങിപ്പോയ ഒരു പുരോഹിതൻ, ഒരു ആത്മീക നേതൃത്വത്തിന്റെ കണ്ണ് മങ്ങിപ്പോയി. പ്രാർത്ഥിക്കണം, കർത്താവേ കണ്ണ് മങ്ങിപ്പോകാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കണം. അത് പുറമേയുള്ള കണ്ണല്ല, തൻ്റെ ചുറ്റും നടക്കുന്ന പാപത്തിന്റെ ഗൗരവം കാണാതെ പോകാൻ ഇടയാവരുതേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായിട്ടുണ്ട്. ഒരമ്മ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? തൻ്റെ മക്കൾ ചെയ്യുന്ന പാപത്തെ അത് കാണാതെ പോകാൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കണം. ഒരു അപ്പൻ അങ്ങനെ പ്രാർത്ഥിക്കണം, ഒരു ആത്മീക നേതൃത്വം കൊടുക്കുന്ന അപ്പൻ പ്രാർത്ഥിക്കണം, ഒരു സുവിശേഷകൻ അങ്ങനെ പ്രാർത്ഥിക്കണം, സഭാ ശുശ്രൂഷകന്മാർ അങ്ങനെ പ്രാർത്ഥിക്കണം, ഒരു സഭാ നേതൃത്വം അങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഇടയായിട്ട്. ഇവിടെ പറയാ, ഏലിയെക്കുറിച്ച് പറയുകയാണ്, അവന്റെ കണ്ണ് കാണാൻ കഴിയാതെ വണ്ണം മങ്ങിപ്പോയി. രണ്ടാം വാക്യത്തിൽ അവൻ എന്ത് ചെയ്യുക? തൻ്റെ സ്ഥലത്ത് കിടന്നുറങ്ങുകയാണ്. എത്ര പരിതാപകരമാണെന്നറിയാമോ ഏലിയുടെ പിന്നീടുള്ള ജീവിതം. വളരെ ദൈവ കൈവിട്ട ഒരവസ്ഥയാണ് അവിടെ ഉണ്ടായത്. നമ്മൾ പ്രാർത്ഥിക്കാൻ നമുക്കിടയായിത്തീരണം. കർത്താവേ, നമ്മുടെ മൂക്കിന് കീഴെ നടക്കുന്ന കാര്യങ്ങൾ, ആ പാപത്തിൻ്റെ ഗൗരവം കാണാൻ കഴിയാതെ വണ്ണം എൻ്റെ കണ്ണ് മങ്ങിപ്പോകാൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കണം. ഏലി പരാജയപ്പെട്ടു പോയൊരു മനുഷ്യൻ. ദൈവം നമ്മളെ ഓരോ ആത്മിക നേതൃത്വത്തിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ നേതൃത്വം വഹിക്കുന്നവരാണ്. നമ്മൾക്ക് തിരിച്ചറിവില്ല എന്നുള്ളതാണ്. പ്രാർത്ഥിക്കണം, കണ്ണ് മങ്ങിപ്പോകാൻ ഇടയാക്കരുതേ. മൂന്നാമത്തെ ചിന്തയിലേക്ക് നമുക്ക് വരാം. മൂന്നാം വാക്യം ഒന്ന് വായിച്ചേ. ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുൻപേ ചെന്ന് കിടന്നു. എന്താണ് അവിടെ പറഞ്ഞേ? ദൈവാലയത്തിലെ ദീപം കെട്ടുപോകുവാൻ പാടില്ല. കർത്താവിന്റെ മുൻപിലെ ദീപം അണയാൻ പാടില്ല. ശമൂവേൽ ബാലനെ കുറിച്ച് പറയുകയാണ്. അവൻ ദൈവ സാന്നിധ്യമുള്ള പെട്ടകത്തിന്റെ അരികെ ചെന്ന് കിടന്നു. ദൈവാലയത്തിൽ ദൈവത്തിന്റെ മുൻപിലെ ദീപം കെട്ടുപോകാൻ പാടില്ല. പുരോഹിതനാണ് അതിന്റെ ഉത്തരവാദിത്വം. ദീപം അണയാൻ പാടില്ല. ദൈവാലയത്തിലെ ദീപം അണഞ്ഞു പോയാൽ ആ പുരോഹിതൻ മരിക്കണം. അവൻ മരിക്കണം. അതാ പ്രമാണം. ആർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പോൾ ഉള്ളത്? ഏലി പുരോഹിതൻ. അദ്ദേഹം കിടന്നുറങ്ങുക. അപ്പോൾ ഒരു ബാലൻ, യഹോവയ്ക്ക് സമർപ്പിക്കപ്പെട്ട ഒരു ബാലൻ, അവൻ ദൈവസാന്നിധ്യമുള്ള പെട്ടകത്തിനരികെ പോയി കിടന്നു. അവിടെ എടുത്തു പറയുക, യഹോവയുടെ മുൻപിലെ വിളക്ക് കെടുന്നതിന് മുൻപ് അവൻ പോയി. ഇനി നിങ്ങൾ പുറപ്പാട് പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 20-21 വായിച്ചു.
വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ വിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവരോട് കൽപ്പിക്ക. സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിന് മുൻപിലുള്ള തിരശ്ശീലയ്ക്ക് പുറത്ത് അഹരോനും അവൻ്റെ പുത്രന്മാരും അതിനെ വൈകുന്നേരം മുതൽ പ്രഭാതം വരെ യഹോവയുടെ മുൻപാകെ കത്തുവാൻ തക്കവണ്ണം വെക്കണം. ഇത് ഇസ്രായേൽ മക്കൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് ലേവ്യ പുസ്തകത്തിലൊക്കെ വീണ്ടും അതിൻ്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ദൈവാലയത്തിലെ ദീപം അണയുവാനായിട്ട് പാടില്ല, അത് കെടാൻ പാടില്ല. അതിനെന്ത് ചെയ്യണം? അതിൽ പുരോഹിതന്മാര് അത് കെട്ടുപോകാതെ എണ്ണ ഉറങ്ങുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് വന്ന് എണ്ണ പകരണം. അതിൻ്റെ കരിന്തിരി മുറിക്കണം, അതിൻ്റെ കത്തി വരുന്ന കരിന്തിരി മുറിച്ച് കളയണം, എണ്ണ പകർന്നുകൊണ്ടിരിക്കണം. ദൈവാലയത്തിലെ ആ ദീപം അണയുവാൻ, കർത്താവിൻ്റെ മുൻപിലെ ദീപം അണയുവാൻ പാടില്ല എന്നതാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത പ്രമാണം. എന്നാൽ അക്കാലത്ത് ഇന്നിപ്പോൾ ആരാ അവിടുത്തെ നേതൃത്വം? ഏലി പുരോഹിതൻ. ഏലി എന്ത് ചെയ്യുക? കിടന്ന് ഉറങ്ങുകയാണ്. ഏലി കിടന്നുറങ്ങുകയാണ്. ഉണർന്നിരിക്കേണ്ടവൻ, ദീപം കെടാതെ സൂക്ഷിക്കേണ്ടവൻ, അവൻ ഉണർന്നിരിക്കേണ്ടവൻ കിടന്നുറങ്ങുമ്പോൾ ഇതാ ഒരു ബാലൻ, അവൻ്റെ പേരാണ് ശമൂവേൽ. എന്താ? ഏലിക്ക് താല്പര്യമില്ല, തൻ്റെ മക്കൾക്കും അതിനകത്ത് വലിയ താല്പര്യം ഇല്ല. അപ്പോൾ ഒരു ബാലൻ അവൻ ഉണർന്നിരിക്കുക, അവൻ ഉറങ്ങുകയല്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് 10 മിനിറ്റ് 15 മിനിറ്റ് ഇടയ്ക്ക് ഉണർന്നെഴുന്നേക്കും. അവൻ ഉണർന്ന് നോക്കും, യഹോവയുടെ ദീപം അണഞ്ഞുപോയോ എന്ന് നോക്കുന്ന ഒരു ബാലൻ. എന്താ ഇതിൻ്റെ ആത്മീക അർത്ഥമെന്നറിയാമോ? കർത്താവിൻ്റെ മുൻപിലെ ദീപം അണയുവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? സഭയുടെ മുഖം വികൃതമാകുവാൻ പാടില്ല. അതിനുവേണ്ടി ഉണർന്നിരിക്കുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ബാലനെങ്കിലും എഴുന്നേൽക്കുവാനിടയായിത്തീരണം. ഒരു വിശ്വാസിയുടെ ഹൃദയത്തിലെ വിശ്വാസത്തിൻ്റെ ദീപം കെട്ടുപോകാൻ പാടില്ല. അതാണ് അതിനുവേണ്ടി ഉണർന്നിരിക്കുവാനും, അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും, എണ്ണ പകരുവാനും, കരിന്തിരി മുറിക്കുവാനും ഓരോ ആത്മീക നേതൃത്വത്തിനും ഉത്തരവാദിത്വമുണ്ട്. നിന്റെ ഭവനത്തിൽ നീ അപ്പൻ എന്ന നിലയിൽ നീ നിന്റെ മക്കളുടെ മേൽ ആത്മീക നേതൃത്വമുള്ള ആളാണെങ്കിൽ നിന്റെ മക്കളുടെ ഉള്ളിലെ വിശ്വാസം കെട്ടുപോകാതിരിക്കുവാൻ, അവരുടെ ഉള്ളിൽ എണ്ണ പകർന്നു കൊടുക്കുവാൻ, അവരുടെ കരിന്തിരി കട്ട് മുറിച്ചു കളയുവാൻ, അവരെ കെട്ടുപോകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണ്. ഒരു അമ്മ എന്ന നിലയിൽ നിനക്കുണ്ട് സഹോദരി, ഒരു അപ്പൻ എന്ന നിലയിൽ നിനക്കുണ്ട് സഹോദര. എന്താണ്? ഒരു സഭാ നേതൃത്വം ആ സഭയുടെ മുഖം വികൃതമാകാതെ സൂക്ഷിക്കണം. ആ സഭയുടെ ദീപം അണഞ്ഞു പോകാതെ അത് സൂക്ഷിക്കേണ്ട ആ ഗൗരവമുള്ളവരായിരിക്കണം. ഇവിടെ എന്താ? ഉണർന്നിരുന്ന് ആ ഉത്തരവാദിത്വം ചെയ്യുവാൻ നിയമിക്കപ്പെട്ട ആത്മീക നേതൃത്വം ഉറങ്ങുമ്പോൾ ഒരു ബാലൻ അവൻ ഉണർന്നിരിക്കുക. യേശു പറഞ്ഞു, നീ അത് ചെയ്യുന്നില്ല എങ്കിൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയും. നിന്റെ നിലവിളക്ക് എന്തിനാ സൂചിപ്പിക്കുന്നേ? സഭയെ. നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് നടക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. സഭയുടെ നടുവിൽ ഉലാത്തുന്നവൻ പറയുകയാണ്, നീ ഇത് ചെയ്യുന്നില്ല എങ്കിൽ ഈ നിന്റെ നിലവിളക്ക് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയും. ഉണർന്നിരിക്കേണ്ടവൻ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഉണർന്നിരിക്കണം. 4-ാമത്തെ സന്ദേശം 4-ാം വാക്യം ഒന്ന് വായിച്ചേ. യഹോവ ശമൂവേലിനെ വിളിച്ചു. അടിയനെന്ന് അവൻ വിളിക്കേട്ട് ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്ന്, അടിയനിതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഏലി കിടന്നുറങ്ങുകയാണ്. ശമൂവേൽ യഹോവയുടെ പെട്ടകത്തിൻ്റെ അടുത്ത് ദൈവസാന്നിധ്യമുള്ള സ്ഥലത്ത് പോയി കിടന്ന് ഉറങ്ങി. അവൻ ഇടയ്ക്കിടയ്ക്ക് ഉറക്കമുണർന്ന് യഹോവയുടെ മുമ്പിലെ ദീപം അണഞ്ഞു പോകാതെ അവൻ സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ അവനൊരു മന്ദസ്വരം കേട്ടു. യഹോവ അവനെ വിളിച്ചു, ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. എന്താണ് ഇവിടുത്തെ സന്ദേശം? നിങ്ങൾക്ക് ദൈവസ്വരം കേൾക്കണമോ? നിങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കണം. നിങ്ങൾക്ക് ദൈവസ്വരം കേൾക്കണമോ? നിങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കണം. അവനോട് ഉറക്കമുണർന്നു. ആരാ വിളിച്ചതെന്ന് അവൻ അറിയില്ല. 5-ാം വാക്യം വായിച്ചേ. ഞാൻ വിളിച്ചില്ല, പോയി കടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ പോയി കിടന്നു. അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ നിന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞു. എന്താണ് ശമൂവേലിന് ദൈവമാണ് വിളിച്ചതെന്ന് മനസ്സിലാകാതെ ഇരുന്നത്? അതിന്റെ കാരണം ഇതാണ്. ശമൂവേൽ അന്ന് വരെ യഹോവയെ അറിഞ്ഞില്ല. ശമൂവേൽ അന്ന് വരെ യഹോവയുടെ സ്വരം കേട്ടിട്ടില്ല. അപ്പൊ ദൈവത്തിന്റെ സ്വരം തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിന്റെ സ്വരത്തോട് ഒരു പരിചിതത്വം നമുക്കുണ്ടാകണം. നിരന്തരമായ ഒരു പരിചയം നമുക്ക് ദൈവസ്വരത്തോടുണ്ടാകണം. അത് ആർക്കില്ലായിരുന്നു? ശമൂവേലിനില്ലായിരുന്നു. അതുകൊണ്ടാണ് യഹോവയാണ് വിളിച്ചതെന്ന് അവന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. അതുകൊണ്ടാണ് അവനെ ഓരോ പ്രാവശ്യം വിളിച്ചപ്പോഴും ആരുടെ അടുക്കലേക്കാണ് ഓടിയേ?
ഏലിയുടെ അടുക്കലേക്കാണ് പോയി. ഏലി പറഞ്ഞു, ഇല്ല മകനെ, ഞാൻ നിന്നെ വിളിച്ചില്ല. അവൻ വീണ്ടും വിളി കേട്ടു. അവൻ പിന്നെ ഏലിയുടെ അടുക്ക പോയി. യജമാനൻ എന്നെ വിളിച്ചോ? ഇല്ല. കാരണം ഇവൻ പാതി ഉറക്കമുള്ളൂ, ഇവൻ ഉറങ്ങുന്നില്ല ശരിക്കും. കാരണം ഇവനൊരു ജോലിയുണ്ട്. എന്താണ്? യഹോവയുടെ ദൈവത്തിന് മുൻപിലെ ദീപം അണയാതെ സൂക്ഷിക്കണം. അങ്ങനെ മൂന്നാമത് വിളിച്ച് നാലാമത് വിളിച്ചപ്പോൾ ഏലിക്കൊരു കാര്യം മനസ്സിലായി, ഇത് യഹോവയാണ് അവനെ വിളിച്ചത്. ഉടനെ അവൻ ശമൂവേലിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നിന്നെ വിളിച്ചത് ഞാനല്ല. ഇനി നിന്നെ ഈ വിളി കേൾക്കുമ്പോൾ നീ പറയണം, യഹോവയെ അരുളി ചെയ്യണമേ, അടിയനിതാ കേൾക്കുന്നു എന്ന് പറയണമെന്ന് ഏലി ശമൂവേലിനോട് പറഞ്ഞു കൊടുത്തു. എന്താ ശമൂവേലിന് ദൈവസ്വരം തിരിച്ചറിയാൻ കഴിയാതെ പോയത്? ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ജീവിച്ചവനല്ലേ, എന്താ അറിയാതെ പോയത്? ദൈവത്തിന്റെ ആ സ്വരം നമുക്ക് തിരിച്ചറിയണമെങ്കിൽ വചനം അവിടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, അതിനു മുൻപ് യഹോവയെ അവൻ അറിഞ്ഞിട്ടില്ല, അതിനു മുൻപ് യഹോവയുടെ സ്വരം അവൻ കേട്ടിട്ടില്ല. ദൈവവേദലേ, നിനക്ക് ദൈവസ്വരം തിരിച്ചറിയണമെങ്കിൽ ഇതിനോടൊരു പരിചയത്വം വേണം. ഇത് ആരുടെ ശബ്ദമാണ്? വിശുദ്ധ ബൈബിൾ ആരുടെ സ്വരമാണ്? ദൈവത്തിന്റെ സ്വരം. ഈ ദൈവത്തിന്റെ സ്വരം നിനക്ക് കേൾക്കണോ? ഈ പുസ്തകത്തോട്, ഇതിലെ വചനത്തോട് നിനക്ക് നിരന്തരമായ ഒരു ബന്ധമുണ്ടാകണം. അങ്ങനെ ഒരു ശീലമുണ്ടോ? വായനയുണ്ടോ? നമുക്ക് ദൈവത്തിന്റെ സ്വരം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടൊരു പരിചിതത്വമില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നിരന്തരമായി ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലിന് ദൈവത്തിന്റെ സ്വരം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും തൻ്റെ ജീവിതത്തിൽ. ഒന്ന്, ഈ ശമൂവേൽ ബാലന് അതിനു മുൻപ് ദൈവ ശബ്ദം കേട്ടുള്ള പരിചയം ഇല്ല. ഇനി രണ്ടാമത് ദൈവസ്വരം കേൾക്കണമോ? രണ്ടാമത് ആത്മീക നേതൃത്വത്തിൽ ഇരിക്കുന്നവരോട് പ്രധാനമായി പറയുകയാണ്, ദൈവസ്വരം കേൾക്കണമോ? സഭയെക്കുറിച്ചൊരു ഭാരം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ സഭയെക്കുറിച്ചൊരു ഭാരം. സഭയുടെ ദീപം കെട്ടുപോകരുതേ, സഭയുടെ മുഖം വികൃതമായി പോകരുതേ സമൂഹത്തിന് മുമ്പിൽ. സഭ കർത്താവിന്റെ വരവിൽ വിശുദ്ധിയോടെ നിൽക്കണമേ, കളങ്കമില്ലാതെ തേജസ്സോടെ അവന്റെ മുമ്പിൽ നിർത്തുവാനുള്ള ജോലി, ഡ്യൂട്ടി, ബ്യൂട്ടീഷ്യൻ പണിയാണ് നമ്മെ ഏൽപ്പിച്ചതെന്നുള്ള ബോധ്യം, സഭയെക്കുറിച്ചുള്ള ഒരു ഭാരം നമുക്ക് ദൈവസ്വരം കേൾക്കണമെങ്കിൽ. കർത്താവിന്റെ മുൻപിലെ ദീപം കെട്ടുപോകരുതേ എന്ന ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിന്റെ 9, 10 വായിച്ചേ. ഏലി ശമൂവേലിനോട്, പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളണം എന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേൽ തൻ്റെ സ്ഥലത്ത് ചെന്ന് കിടന്നു. അപ്പോൾ യഹോവ വന്നു നിന്ന് മുമ്പിലത്തെ പോലെ, ശമൂവേലേ, ശമൂവേലേ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, ഈ ആത്മീക നേതൃത്വം, വഴിവിട്ടുപോയ ഈ ആത്മീക നേതൃത്വം, ദൈവജനത്തിന് നേതൃത്വം കൊടുക്കേണ്ട ഈ ആത്മീക നേതൃത്വം അവരുടെ വഴിവിട്ട് അധപ്പതിച്ചു പോയപ്പോൾ ദൈവം അവരെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ദൈവം ഈ ശമൂവേലിനോട് പറഞ്ഞു. ഏലിയുടെ പിൻതലമുറക്കാർ, പരുത്ത പുരോഹിതത്തിലേക്ക് വരേണ്ട മക്കൾ ഉഫ്നിയും ഫിനെഹാസും, ഇവരെ ദൈവം എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് ദൈവം ശമൂവേലിനോട് പറഞ്ഞു. ഈ ശമൂവേൽ ഏലിയുടെ അടുക്കൽ പോയി അത് പറഞ്ഞു. ഏലി ചോദിച്ചു, ദൈവം വിളിച്ചപ്പോൾ നിന്നോട് എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. ശമൂവേൽ പറഞ്ഞു, ദൈവം നിങ്ങളെ കൈകാര്യം ചെയ്യുമെന്നാ പറഞ്ഞേ, അത് ഈ ജനത്തിന്റെ ചെവിയിൽ മുഴങ്ങുന്ന ഭീകരമായ ഒരു നടപടി ദൈവം എടുക്കുമെന്നാ പറഞ്ഞേ. അതിന്റെ 19, 20 വായിച്ച. എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടി ഉണ്ടായിരുന്നു, അവന്റെ വചനങ്ങളിലൊന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. ദാൻ മുതൽ ബേർഷേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. അവന്റെ വചനങ്ങളിലൊന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്, കർത്താവേ, അങ്ങയുടെ വചനം എന്നിൽ തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നിഷ്ഫലമാകുവാൻ അനുവദിക്കരുതേ. 21 വായിച്ചേ. 20 വായിച്ച. അവിടെ പറഞ്ഞേക്കുന്നത് ദാൻ മുതൽ ബേർഷേബ വരെ. ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനാണെന്ന് അറിഞ്ഞു, മനസ്സിലാക്കി. എന്താ കാരണം? അവന്റെ വചനങ്ങളൊന്നും നിഷ്ഫലമായില്ല. അവൻ പറഞ്ഞതെല്ലാം അങ്ങനെ സംഭവിച്ചു. കാരണം എന്നാ? യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രാർത്ഥന അങ്ങനെ ആയിരിക്കണം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നിഷ്ഫലമാകരുത്, ഞങ്ങളുടെ വചനം നിഷ്ഫലമാകരുത്, അങ്ങ് ഞങ്ങൾക്ക് തരുന്നത് നിഷ്ഫലമാകരുത് എന്ന് പറയണം. ഇവിടെ ശ്രദ്ധിക്കൂ, ഈ ശമൂവേൽ ബാലൻ അവൻ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നവനായിരുന്നു, ദൈവത്തിൻ്റെ ശബ്ദം അറിയുന്നവനായിരുന്നു. കാരണം ആ ഇസ്രായേൽ സഭയോട് അവനൊരു ഭാരമുണ്ടായിരുന്നു. 2, അവൻ ദൈവ സാന്നിധ്യത്തിൽ ചെന്ന് ഇരിക്കുന്നവനായിരുന്നു, പെട്ടകത്തിൻ്റെ അരികെ ഇരിക്കുന്നവനായിരുന്നു, അല്ലേ? 6, നിങ്ങൾ 1 ശമൂവേൽ 4-ാം അധ്യായത്തിലേക്ക് വന്നേ. അതിൻ്റെ 1, 2 വായിച്ചേ. ശമൂവേലിന്റെ വചനം എല്ലാ ഇസ്രായേലിനും വന്നിട്ട് ഇസ്രായേൽ ഫെലിസ്ത്യരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. ഏബൻ ഏസെരിനരികെ പാളയമിറങ്ങി, ഫെലിസ്ത്യർ അഫേക്കിലും പാളയമിറങ്ങി. ഫെലിസ്ത്യർ ഇസ്രായേലിന്റെ നേരെ അണിനിരന്നു.
പട പരന്നപ്പോൾ ഇസ്രായേൽ ഫെലിസ്ത്യരോട് തോറ്റുപോയി. സൈന്യത്തിൽ ഏകദേശം 4000 പേരെ അവർ പോർക്കളത്തിൽ വെച്ച് സംഹരിച്ചു. ഫെലിസ്ത്യർ ഇസ്രായേലിന് നേരെ എന്ത് ചെയ്തു? യുദ്ധത്തിന് പുറപ്പെട്ടു. ഇസ്രായേൽ ജനം ഏറ്റവും കൂടുതൽ നേരിട്ട ഒരു ഗ്രൂപ്പാണ് ഫെലിസ്ത്യർ. ഇതെന്നാ ഇങ്ങനെ? ദൈവം ഇവരെ, കർത്താവല്ലേ ഇവരെ കൊണ്ടുപോയത്? ഇവരുടെ വഴിയിൽ എന്നാ ഇങ്ങനെ ഒരു തടസ്സം ഇട്ടുകൊടുത്തേ, ഒരു എതിരാളിയെ ഇട്ടുകൊടുത്തേ? ആമോസ് 9:7 വായിച്ച, ഞാൻ ഇസ്രായേലിനെ മിസ്രൈം ദേശത്തു നിന്നും ഫെലിസ്ത്യരെ കഫ്തോരിൽ നിന്നും അരാമ്യരെ കീറിൽ നിന്നും കൊണ്ടുവന്നില്ലയോ? ഈ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത് ആരാ? ദൈവം കൊണ്ടുവന്നേ. ഫെലിസ്ത്യരെ അഫ്തോരിൽ നിന്ന് കൊണ്ടുവന്നത് ആരാ? ദൈവം. ഈ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് യഹോവ കനാനിലേക്ക് കൊണ്ടുവന്ന അതേ സമയം സമാന്തരമായി ഫെലിസ്ത്യരെയും കനാനിലോട്ട് കൊണ്ടുവന്നു. എന്തിനാ കൊണ്ടുവന്നേ? ദൈവജനം ദൈവ വഴി വിട്ട് മാറുമ്പോൾ, ദൈവജനം ദൈവകൽപ്പന ലംഘിച്ച് വഴുതി മാറുന്നതായ സമയത്ത് ദൈവം ഫെലിസ്ത്യരെ ഈ ഇസ്രായേലിനെതിരെ കൊണ്ടുവരും. നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ശത്രു നമുക്കെതിരെ പോരാടുന്നുവെങ്കിൽ നാം ഒരു ആത്മപരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. ഞാൻ ദൈവ വഴി വിട്ടാണോ നടക്കുന്നത്? ഇവിടെ അതാണ് സംഭവിച്ചത്. ഇവിടെ ഇസ്രായേൽ എപ്പോൾ ദൈവ വഴി വിട്ട് നടക്കുന്നോ, ദൈവകൽപ്പന ലംഘിക്കുന്നോ, അപ്പോൾ ഫെലിസ്ത്യരെ ദൈവം എഴുന്നേൽപ്പിച്ച് അവരുടെ മുമ്പിൽ കൊണ്ടു നിർത്തും. ഇവിടെ അങ്ങനെ വന്നിരിക്കുകയാണ്. എന്താണ്? ഏലിയുടെ നേതൃത്വത്തിലുള്ള ആത്മീക നേതൃത്വത്തിന് കീഴിലുള്ള ആ അധംപതിച്ചു പോയ ആത്മീക നേതൃത്വം മുഖാന്തരം ജനമെല്ലാം അധംപതിച്ചു പോയി. യഹോവയുടെ ദർശനമില്ല, യഹോവയുടെ അരുളപ്പാടില്ല, യഹോവയുടെ വചനം അക്കാലത്ത് ദുർലഭമായിരിക്കുന്ന ഈ കാലഘട്ടം. ഇപ്പോൾ ഈ ഇസ്രായേൽ ജനത്തിനെതിരെ ഫെലിസ്ത്യരെ യുദ്ധത്തിന് വന്നിരിക്കുക. നിങ്ങൾ അതിൻ്റെ 13-ാം വാക്യം വായിച്ചേ. അവൻ വരുമ്പോൾ ഏലി നോക്കിക്കൊണ്ട് വഴിയരികെ തൻ്റെ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ പെട്ടകത്തെക്കുറിച്ച് അവൻ്റെ ഹൃദയം വ്യാകുലപ്പെട്ടിരുന്നു. ആ മനുഷ്യൻ പട്ടണത്തിലെത്തി വസ്തുത പറഞ്ഞപ്പോൾ പട്ടണത്തിലെല്ലാം നിലവിളിയായി. ഇവിടെ ഇസ്രായേൽ ജനം ഫെലിസ്ത്യർക്കെതിരെ യുദ്ധത്തിന് അണിനിരുന്നു. ഫെലിസ്ത്യരുടെ പട അണിനിരുന്നു. അവിടെ യുദ്ധം നടന്നു. ആദ്യം ഒരു 4000 എണ്ണത്തെ ഫെലിസ്ത്യർ സംഹരിച്ചു. പിന്നെ ഒരു 30,000 എണ്ണത്തെ ഫെലിസ്ത്യരെ ഓടിച്ചിട്ട് വെട്ടി സംഹരിച്ചു. ആ കൂടെ ഒഫ്നിയും ഫിനെഹാസും മരിച്ചു. ഇതാണ് ശമൂവേലിനോട് ദൈവം അരുളി ചെയ്തു. ഈ വഴിവിട്ട ആത്മീക നേതൃത്വത്തെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് കാണിച്ചു തരാമെന്ന് ശമൂവേലിനോട് അരുളി ചെയ്തു. അത് ഏലിയോട് പറഞ്ഞു. ഈ ഒരു ദൂതന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ബെന്യാമീൻകാരനായ ഒരു ദൂതൻ, അവൻ വസ്ത്രം കീറി അവൻ ഓടി വരികയാണ്. ഓടി വരുന്ന സമയത്ത് ഏലി എവിടെ ഇരിക്കുക? വഴിയരികെ പട്ടണത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഈ ഏലിയെ പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഹന്ന പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്തും ഏലി തൻ്റെ ആസനത്തില് ഇരിക്കുകയാണ്. വേറൊരു സ്ഥലത്തും ഹന്നയോട് ബന്ധപ്പെട്ട് കാണുന്നുണ്ട്. 3 സ്ഥലത്തും താൻ തൻ്റെ ഇരിപ്പിടത്തിലിരിക്കുക. ഇവിടെ എവിടെ ഇരിക്കുക? അവൻ വഴിയരികിലേക്ക് നോക്കി ഇരിക്കുക. ഇവിടെ ഇസ്രായേൽ ജനം യുദ്ധത്തിന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ വലിയ ഒരു ദൈവത്തിന്റെ ന്യായവിധി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൻ വാസ്തവത്തിൽ ഈ ആത്മീക നേതൃത്വത്തിൽ ഇരിക്കുന്ന ഈ നേതാവ്, ഈ പുരോഹിതൻ, കർത്താവിന്റെ മുഖത്ത് നോക്കി ഇരിക്കേണ്ടവൻ ഇപ്പോൾ പീഠത്തിലിരുന്ന് വഴിയരികിലേക്ക് നോക്കി ഇരിക്കുക. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കേണ്ടവൻ വഴിയരികി പോയിരിക്കുക. 17-18 വായിച്ചേ. അതിന് ആ ദൂതൻ, ഇസ്രായേൽ ഫെലിസ്ത്യരുടെ മുമ്പിൽ തോറ്റോടി. ജനത്തിൽ ഒരു മഹാസംഹാരമുണ്ടായി. നിന്റെ 2 പുത്രന്മാരായ ഹൊഫ്നിയും ഫിനെഹാസും പട്ടുപോയി. ദൈവത്തിൻ്റെ പെട്ടകവും പിടിപ്പെട്ടുപോയി എന്ന് പറഞ്ഞു. അവൻ ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ വസ്തുത പറഞ്ഞപ്പോൾ ഏലി പടിവാതിൽക്കൽ ആസനത്തിൽ നിന്ന് പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞു മരിച്ചു. ഈ ദൂതൻ ബെന്യാമീൻകാരൻ വന്നിട്ട് പറയുകയാണ്, ജനമെല്ലാം ഏറെ 10,000-30,000 എണ്ണം സംഹരിക്കപ്പെട്ടു. വാളിന്റെ വായ്ത്തലയ്ക്ക് വീണു. ശത്രു പിടിച്ചു. ദൈവത്തിന്റെ നിയമപെട്ടകവും ഫെലിസ്ത്യര് പിടിച്ചോണ്ട് പോയി. നിന്റെ മക്കള് ഒഫ്നിയും ഫിനെഹാസും അടുത്ത പുരോഹിതന്മാരായി വരേണ്ടവർ 2 അവിടെ പട്ടുപോയി. ഇത് കേട്ടപ്പോൾ ഏലി പുറകോട്ട് മറഞ്ഞു വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. 40 വർഷക്കാലം ഇസ്രായേലിനെ പാലനം ചെയ്തവന്റെ പരിസമാപ്തി നോക്കിയേ, എത്ര വേദനാകരമാണ്. നമ്മളോടാണ് ഇത് പറയുന്നത്. നമ്മളെല്ലാം ഓരോ നേതൃത്വം, നമ്മൾ ഓരോ ആത്മീക നേതൃത്വം. അമ്മ എന്ന നിലയിൽ നിനക്കൊരു നേതൃത്വമുണ്ട് സഹോദരി. അപ്പൻ എന്ന നിലയിൽ എനിക്കും നിനക്കൊരു നേതൃത്വമുണ്ട്. ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഇത് എന്നോടുള്ള ദൂതാണ്. സഭാ മൂപ്പന്മാരെന്ന നിലയിൽ നിങ്ങളോടുള്ള ദൂതാണ്.
വരും ദിവസങ്ങളിൽ ദൈവത്തിന് മുമ്പിൽ ഇരിക്കുവാനും ഒരു പുനഃപരിശോധന, ഒരു വിചിന്തനം നടത്തുവാനും നമുക്കിടയായിത്തീരണം. എവിടെയെങ്കിലും വീഴ്ച വന്നെങ്കിൽ മടങ്ങി വരാൻ നമുക്കിടയായിത്തീരണം. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർന്നിരിപ്പാൻ, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ വരും ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.